ധാരാളം കൂരായണം താനൊക്കെ അമേരിക്കയിൽ പോയി ഏതോ കോന്ന റിട്ടയർഡ് സാഹിബിന് അടിവെച്ചു കൊടുത്ത കാശ് കൊണ്ട് ഇവിടെ വന്നൊരു കൊട്ടാരം പണിഞ്ഞു തന്റെ മകളും ഒട്ട വിനോദും ഊട്ടിയിലെ യൂക്കാലിപ്റ്റസ് മരങ്ങൾ കിടവഴി കെട്ടി പിടഞ്ഞ് നടക്കുന്നത് ഞാൻ കണ്ടു. ഇനി ഒരു സൈക്കിളും ഒരു ബൈക്ക് കൊടുത്ത് ഈ നാട് മുഴുവൻ നാട്ടിച്ചില്ലെങ്കിൽ തന്റെ പേര് താതന്നെ തന്റെ പട്ടി കിട്ടോ. അയ്യോ, ഏതെങ്കിലും ഒരാളെ നമ്മൾ സ്റ്റേജിൽ ഫിഗർ ചെയ്ത് കഴിഞ്ഞപ്പോഴേ അല്ലെങ്കിൽ ഡയലോഗിൽ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോഴേ അയ്യോ തെറ്റിപ്പോയി എന്ന് ബാക്കിൽ നിന്ന് വിളി വന്ന സംഭവം ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഉണ്ടാവണോ? അല്ല സാറേ, ഇത് ജയന്റെ ഫിഗർ കണ്ടിട്ട് ജയന്റെ വോയിസ് പറയാൻ പറയും. അന്നേരമാണ് ദുരിതാനുഭവം ഉണ്ടായിരിക്കുന്നത്. എം എൻ നമ്പ്യാരുടെ വോയിസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എം എൻ നമ്പ്യാരുടെ ഒന്ന് കേൾക്കാം. രാഘവ, സുന്ദരിയായ ഒരു ഭാര്യ, സുന്ദരനായ ഒരു മകൻ, എനിക്കൊരു രാഘവ. അത് ഗംഭീരമാണ്. രാജേഷ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ജീവിതമൊക്കെ? നന്നായിട്ട് പോകണം സാർ. നമ്മൾ ആദ്യം കാണുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അല്ല, ഇങ്ങനെയൊക്കെ തന്നെ കുറച്ച് ക്ഷീണിച്ചെന്ന് തോന്നുന്നു. കോമഡി ഫെസ്റ്റിവൽ വന്നതിന് ശേഷം അല്ല, കോമഡി ഫെസ്റ്റിവലിന് ശരീരം അല്പം ക്ഷീണിച്ചു. ദാമ്പത്യ രംഗത്തെ കുറിച്ച് പറഞ്ഞില്ല. കുഴപ്പമില്ല സാർ, ജീവിച്ചു പോകുന്നു. കുഴപ്പമില്ല. വൈഫും അച്ഛനും അമ്മയും മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്നു. കല്യാണം എത്ര കാലത്തിന് മുമ്പായിരുന്നു? ഇപ്പൊ 6 വർഷമായി. പ്രണയമോ അറേഞ്ചറോ? അറേഞ്ച്ഡ് മാരേജ്. അറേഞ്ചറോ പ്രണയമോ? അറേഞ്ച്ഡ് മാരേജ്. എനിക്കൊരു സംശയം രാജേഷ്, ഞാൻ വീണ്ടും ചോദിച്ചു. റിപ്പീറ്റ് ചെയ്താൽ എനിക്ക് സംശയമൊന്നും. രാജേഷിന്റെ എങ്ങനെ പ്രണയ വായ്പിനെ കുറിച്ചുള്ള അഭിപ്രായം എങ്ങനെ? പ്രണയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ തെറ്റാവും. പ്രണയിച്ചിട്ടുണ്ട്. പ്രണയത്തിലെ നായികമാരെ ആയിട്ടുള്ള ആളുകളെ പിന്നെ എപ്പോഴെങ്കിലും ബസ് സ്റ്റാൻഡിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടോ? സിനിമ തിയേറ്ററിലോ? കണ്ടിട്ടുണ്ട്. ഒരു നല്ല, ഇപ്പൊ നമ്മുടെ നല്ല സുഹൃത്താണ്. ഇത് സംപ്രേഷണം ചെയ്യണോ? ഇത് സംപ്രേഷണം ചെയ്യണോ ചെയ്യണ്ടേ? അല്ല സാറേ, ഇത് സംപ്രേഷണം ചെയ്യണോ? ചെയ്യണതിന് കുഴപ്പമില്ല. വേണമെങ്കിൽ ഇതൊരു കോലാഹലത്തിന് വഴി. ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം വൈഫിനോട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞങ്ങളൊക്കെ കല്യാണം കഴിച്ച് വീട്ടിൽ താമസിക്കില്ല. പിന്നെ എല്ലാം ചെന്ന് വൈഫിനോടൊക്കെ പറഞ്ഞു. ചുമ്മാ ആരെങ്കിലും ശബ്ദം അനുകരിക്കൂ. മെയിനായിട്ട് ചെയ്യുന്നത് മുരളി സാറിന്റെ ശബ്ദമാണ്.